ഒരു ബീഫ് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് ബീഫ് കഷ്ണം നല്ല കുക്കറിൽ വേവിച്ചതാണ്. ഇതിന് വഴറ്റാനായിട്ടുള്ള 1.5 സബോള, 2 പച്ചമുളക്, മല്ലിയില, പുതിനയില്ല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത്ര സാധനങ്ങൾ ഒന്ന് വഴറ്റണം. വഴറ്റിയിട്ട് ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങാൻ വേണ്ടി കുക്കറിൽ വെച്ചിട്ടുണ്ട്. അത് പുഴുങ്ങി ഉടച്ച് ഇതിൻ്റെ അകത്ത് ചേർക്കുക. 1/4 കിലോ ബീഫാണ്. അത് നല്ലപോലെ മിക്സിയിൽ അടിച്ചു. നല്ല ഇങ്ങനെ കിട്ടണം. എന്നിട്ട് വേണം ഇതാക്കാൻ. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി ഇതിൻ്റെ അകത്തോട്ട് സബോള ഇടുവാണ്. ഉപ്പിട്ടാൽ നല്ലപോലെ വഴന്ന് കിട്ടും. കാൽ സ്പൂൺ ഉപ്പിടുക. സവോള നല്ലപോലെ വഴന്ന് ഇനി അതിലോട്ട് 2 പച്ചമുളക് അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, ഇത്ര സാധനങ്ങളിട്ട് ഒന്നുകൂടെ നല്ലപോലെ വഴറ്റണം. മല്ലിയിലയും പുതിന ഇലയും എല്ലാം ഇതിൻ്റെ അകത്തിട്ട് ഇട്ടേ. 4 ഉരുളക്കിഴങ്ങ് ഇനി പൊളിച്ച് അതിൻ്റെ അകത്തോട്ട് ചേർക്കണം. ആവശ്യമുള്ള മുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാല 1 സ്പൂൺ, കുരുമുളക് പൊടി 1/4 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ. ഇത്ര സാധനങ്ങൾ ഇതിൻ്റെ അകത്തോട്ട് ഇടണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റണം. നല്ലപോലെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി എന്നിട്ട് ഉരുളക്കിഴങ്ങ് ഇടണം. മണം മാറി ഇനി അതിലോട്ട് ഉരുളക്കിഴങ്ങ് പൊടിച്ചതാണ്. ഉരുളക്കിഴങ്ങ് പൊടിച്ചതും കൂടി ഇട്ട് ഉപ്പ് നോക്കണം. ഉപ്പ് ഇവിടെ ഇച്ചിരി കൂടി ഉപ്പ് കുറവുണ്ട്.